ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ സമൂസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇടാൻ. സവാള ഇവിടെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസ് കുക്കറിലിട്ട് വേവിച്ചെടുത്താണ്. ഗ്രീൻ പീസും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ വേവിച്ച് എടുത്തതാണ്. ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ചെറിയ കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കിഴങ്ങിടുമ്പം കുഴഞ്ഞു പോകത്തൊന്നുമില്ല. നമ്മൾ ഇത് ആറിക്കഴിയുമ്പം വിട്ട് വന്നോളും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ വീഡിയോ ആണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി കൊടുക്കണേ. ഇനി നമുക്ക് കുറച്ച് വെള്ളം തളിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സമൂസ ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദാമാവ് ഇവിടെ കുറച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷീറ്റ് എടുത്ത് അതിലേക്ക് മൈദ തേച്ച് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇനി നമുക്ക് മേളിലും ഇതുപോലെ മൈദ തേച്ചിട്ട് നല്ലതുപോലെ മടക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് ഇടാം. ഒരു 2 ചെറിയ സ്പൂൺ ഫില്ലിംഗ് ചേർത്താൽ മതി. ഒത്തിരി ചേർക്കണ്ട, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനി നമുക്ക് ഇതുപോലെ മേളിലും നല്ലതുപോലെ മൈദാമാവ് തേച്ച് കൊടുക്കാം. ഇനി നമുക്കത് ഒട്ടിച്ചെടുത്ത് ഇതുപോലെ സൈഡെല്ലാം നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. സൈഡെല്ലാം നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ ഇതെല്ലാം അടന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം ഇതുപോലെ മടക്കി കൊടുക്കാൻ. അപ്പം നമ്മുടെ സമൂസ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി വരും, പക്ഷെ അകം വേവില്ല. ഒന്ന് 2 പ്രാവശ്യം നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടി ഇരിക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.